ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞിക്കട്ട പോലത്തെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇതിൽ ഞാൻ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കും വീട്ടിൽ ഓവണൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് ക്യാരറ്റ് നട്ട്സ് തമ്മിലുള്ള മിക്സിംഗ് ആണ്. അപ്പോൾ 1:1 ഇതാണ് എൻ്റെ ഇവിടുത്തെ റേഷ്യോ. 1 കപ്പ് ചോപ്പ് ചെയ്ത ക്യാരറ്റിലോട്ട് 1/2 കപ്പ് കുരു മാറ്റിയ ഡേറ്റ്സും 1/4 കപ്പ് കാഷ്യൂനട്ടും ഇട്ടിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്യുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാനായിട്ട് ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊരു ഒന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇതിൻ്റെ മധുരം നന്നായിട്ടൊന്ന് മിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് കാരമലൈസേഷനാണ്. കാരമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാരനെ അലിയിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കണക്ക് ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ട് മെൽറ്റ് ചെയ്തത്. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മെൽറ്റായി വരും. ആ സമയത്ത് നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലോട്ട് സൈഡിൽ നിന്നും ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ മുഖത്തോ കൈകളിലൊന്നും തെറിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. കുറച്ചായിട്ടാണ് വേണം. ഒറ്റയടിക്ക് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒഴിക്കരുത്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയ്ക്ക് 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചെറിയ ക്രിസ്റ്റൽസ് പോലുള്ളതും കൂടി ഒന്ന് അലിഞ്ഞു പോകും. ഇപ്പം ഇവിടെ കാണുന്ന പോലെ നടുഭാഗത്തുള്ള ക്രിസ്റ്റൽസും അലിഞ്ഞു പോകും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമുക്ക് കാരമലൈസ് ചെയ്ത് ഷുഗർ മാറ്റി വയ്ക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ മെഷർ ചെയ്ത് സീവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1/4 കപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അളന്ന് തന്നെ എടുക്കണം. 12 ടേബിൾ സ്പൂണാണ്. 12 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് ഞാൻ 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി, അതിലോട്ട് ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ 2-3 വട്ടം നിങ്ങൾക്കിത് അരിച്ചെടുക്കാം. ഞാൻ ഒരു വട്ടമേ അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് ബീറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ആദ്യത്തെ 1 മിനിറ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല വൈറ്റ് കളറിൽ ബീറ്റായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ലോ സ്പീഡിലും അടുത്ത 1 മിനിറ്റ് നേരം ഹൈ സ്പീഡിലും ബീറ്റ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് നേരം കഴിയുന്ന സമയത്ത് ഇതിലോട്ട് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുട്ടയുടെ മണം ഒരുപാട് തോന്നുവാണെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതിലോട്ട് ഞാൻ പഞ്ചസാര പൊടിച്ചതല്ല, ഡയറക്റ്റായിട്ട് പഞ്ചസാര ഗ്രാനുൾസ് തന്നെയാണ് ചേർക്കുന്നത്. അടുത്തതായിട്ട് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങൾ 3 വട്ടമായിട്ട് പതുക്കെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഈ സമയത്ത് നമുക്കിതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഓൾറെഡി കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഷുഗർ ഉണ്ടല്ലോ, അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതും ചേർത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്യാം. കാരമലൈസ് ചെയ്ത് ഒഴിച്ചാൽ മാത്രമേ നമുക്ക് കേക്കിന് നല്ല കളറ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് നമ്മൾ നെസ്ലയുടെയോ അല്ലെങ്കിൽ ബ്രൂവിൻ്റെയോ ഏതെങ്കിലും കാപ്പിപ്പൊടി ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെറിയ 2 രൂപയുടെ പാക്കറ്റ് കിട്ടുമല്ലോ, അതിൽ നിന്നൊരു പകുതി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. പക്ഷേ നമുക്ക് കോഫിയുടെ കുത്ത് ഉറപ്പായിട്ടും കേക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബീറ്റിംഗ് ചെയ്തിട്ടുള്ള ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈയും റെഡിയായി. നമുക്ക് ഓവൻ റെഡിയാക്കാം. ഇവിടെ ഓവണിന് പകരമായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റൗ ടോപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ ഇതേപോലെ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ഉപ്പ് വെച്ചിട്ട് ഒരു സ്റ്റാൻഡും കൂടി ഇറക്കി വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും, അതായത് മൈദ അരിച്ചു വെച്ചതും മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതും നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യാമെന്നല്ല പറയാം, ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടാൽ അറിയാം. ഞാനിവിടെ കുത്തി ഉടച്ച് മിക്സ് ചെയ്യുകയല്ല ചെയ്യണത്. നമുക്ക് ആ സ്പാറ്റുല മാത്രമാണ് എല്ലാ ദിശയിലോട്ടും ഒന്ന് മിക്സ് ചെയ്യുന്നത്. നമ്മൾ മൊത്തത്തിൽ ഇതിനെ ഉടച്ചെടുക്കുന്നില്ല. അങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് പൊങ്ങിയിട്ടുള്ള ഈ കേക്ക് മിശ്രിതം താഴ്ന്നു പോവും. ഇതിലോട്ട് നമ്മൾ ക്യാരറ്റും നട്ട്സും ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതും കൂടി മിക്സ് ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നമ്മൾ ഒരുപാട് നേരം ഇത് ഫോൾഡിങ് അല്ല മിക്സിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് താഴ്ന്നു പോവും. അപ്പോൾ ഇതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ഒപ്പം ക്യാരറ്റ് നട്ട്സ് എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി ഫോൾഡ് ചെയ്ത് മാറ്റി നമുക്ക് എടുത്ത് വെക്കാം.
ഇനി നമുക്ക് അടുത്ത ബേക്കിംഗ് പാൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് പാൻ്റെ താഴെ. അതിന് മുകളിലായിട്ട് ഞാൻ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് മിശ്രിതം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ ഈ അളവിൽ ഞാൻ 2 ബേക്കിംഗ് ടിന്നിലാണ് എടുക്കുന്നത്. ഒന്ന് റൗണ്ട് 6 ഇഞ്ച് ടിന്നിലും പിന്നെ ഒരു റെക്ടാങ്കിൾ ടിന്നിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേക്ക് നമ്മൾ ചെയ്യാനായിട്ടുള്ള സ്റ്റൗ പാൻ റെഡി ആയോ നോക്കണം. അതിന് മുകളിലായിട്ടൊന്ന് നമുക്ക് ചൂട് ശരിയായോ നോക്കിയതിന് ശേഷം ഇറക്കി വെക്കാം. ഇത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ 5 മിനിറ്റ് നേരം നിങ്ങൾ ഹൈ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. അടുത്ത 40 മിനിറ്റോളം നിങ്ങൾ ലോ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ്, ലോ ഫ്ലെയിമിലോട്ട് വെക്കുകയാണ്. അങ്ങനെ 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്, കളറൊക്കെ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇറക്കി നോക്കാം. അതിനുശേഷം ടൂത്ത് പിക്ക് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒട്ടുന്നില്ല എന്ന് വെച്ചാൽ കേക്ക് റെഡിയായി. ഞാൻ 2 രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിലും ഒരു സ്റ്റൗ പാനിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കേക്ക് 2 നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇവിടെ കേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ബീറ്റിങ്ങിൻ്റെ ടൈമും ഒക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ സോഫ്റ്റ് കേക്ക് ഉണ്ടാവും. ഇനി നമുക്ക് ഈ കേക്ക് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലോട്ട് ക്രീമൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ക്രീമൊന്നും ചെയ്യാണ്ട് ചെറിയ രീതിക്കൊരു ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്ററിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു കടലാസിൽ ഇഷ്ടമുള്ളൊരു സിമ്പലൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് പഞ്ചസാര പൊടിച്ചത് ഇതേപോലെ ഒന്ന് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ വെച്ചത് അവിടെ മാത്രം ആ ഒരു പഞ്ചസാര മിശ്രിതം വരില്ല. അപ്പോൾ നോക്കൂ, നമുക്ക് ആ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഷേപ്പിൽ കിട്ടും. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടൊന്ന് ചെയ്തെന്ന് മാത്രം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എത്രമാത്രം സോഫ്റ്റായിട്ടാണ് ഈ കേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോഫ്റ്റ് മാത്രമല്ല നല്ല രുചി ഉണ്ടായിരുന്നു. നമ്മൾ കാരമൽ ആയിക്കോട്ടെ ഡേറ്റ്സ് ആയിക്കോട്ടെ ഇതിൻ്റെ എല്ലാം മധുരം ഉണ്ടാവും. അപ്പോൾ ഇതേ അളവ് യൂസ് ചെയ്യുക. കുറച്ചൊന്ന് കൂടിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മധുരം ഒരുപാട് ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ കേക്ക് എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നോക്കൂ, നല്ല സോഫ്റ്റായിട്ടാണ് കേക്ക് വന്നിരിക്കുന്നത്. ക്യാരറ്റും ഡേറ്റ്സും ഇഷ്ടമല്ലാത്തവർ പോലും ഈ കേക്ക് ഇഷ്ടപ്പെട്ടു പോകും. ഇതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാ ചേരുവകളുടെയും കറക്റ്റായ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെസിപ്പി കൊടുത്തിട്ടുണ്ട്. ഒപ്പം സബ് ടൈറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നിങ്ങൾ റെസിപ്പി തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരു കേക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, പ്രത്യേകിച്ച് കേക്ക് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കാം. ഇത്തരത്തിലുള്ള എളുപ്പത്തിലുള്ള വീഡിയോസായിട്ട് ഇനി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.